അവളത് വേണ്ടെന്ന് പറഞ്ഞു. രഘുവേട്ടനത് ഇഷ്ടായില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ എന്തോ തർക്കം നടന്നപ്പോ ആളുകൾ അത് ശ്രദ്ധിച്ചു കാണും. അതങ്ങനെയൊക്കെ ആണല്ലോ. സ്വന്തം കുടുംബത്തിൽ 100 പ്രശ്നം ഉണ്ടായാലും അന്യന്റെ കാര്യത്തിൽ ഇടപെടുന്നതാണല്ലോ ചിലർക്കൊക്കെ രസം. ഇപ്പോ സദാചാര പോലീസ് ചമയുന്ന ഒരു ട്രെൻഡാണല്ലോ. പിന്നെ ഭാഗ്യത്തിനവന്മാർക്ക് ഒരുപാട് ഹീറോയിസം കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് ഒറിജിനൽ പോലീസ് വന്നു. ഏതായാലും കിട്ടേണ്ടത് കിട്ടിയപ്പോ തോന്നേണ്ടത് തോന്നിക്കാണുമല്ലോ ആ മനുഷ്യന്. എന്തോന്ന് തോന്നാൻ. അവൾ ആട്ടി പറഞ്ഞയച്ചാലും അയാള് പിന്നെയും വാലും ചുരുട്ടി പോകും. അതങ്ങനെ ഒരു മനുഷ്യനാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? ഭാര്യയ്ക്ക് മകൾക്കും വേണ്ടി വാങ്ങിയ ഡ്രസ്സാണെന്ന് ഇവിടെ പറയുക, എന്നിട്ട് വഴിയിൽ കണ്ട കാമുകിയെ വിളിച്ചു നിർത്തി അത് സമ്മാനം നൽകുക. എന്റെ അമ്പിളി ചേച്ചി ഇങ്ങനൊന്നും പറയല്ലേ. രഘുവേട്ടൻ ആ ഡ്രസ്സ് വാങ്ങി വണ്ടിയിൽ വെച്ചത് ചേച്ചിക്കും മോൾക്കും വേണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ചേച്ചി ഇറക്കി വിട്ടെന്റെ ദേഷ്യത്തില് രഘുവേട്ടൻ അത് ചിലപ്പോ അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചതാവും. എടി, നീ ആ കാര്യറിയാതെ സംസാരിക്കുന്നത്. മരിച്ചവരുടെ മുഖത്തിടാൻ വാങ്ങിയ പട്ടും ഭാര്യയ്ക്ക് വാങ്ങിയ പുടവയും ഒരാളും മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കില്ല. ചേച്ചി, അത് തന്നെയാണ് രഘുവേട്ടന് അവർക്ക് കൊടുക്കാൻ നോക്കിയെന്ന് നമുക്കറിയില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ആ മനുഷ്യന്റെ മനസ്സിൽ ഞാനും ലച്ചുപോളും മാത്രമല്ല, അവളും കുഞ്ഞും കൂടെ ഉണ്ടെന്ന്. ഒന്നുകിൽ എന്നോടുള്ള ദേഷ്യത്തിന് എനിക്കും മോൾക്കും വാങ്ങിയ ഡ്രസ്സ് അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. അതല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അവൾക്കുള്ളത് വേറെ വാങ്ങിച്ചു. എന്തായാലും നിങ്ങളുടെ രഘുവേട്ടൻ അവളെ മറന്നിട്ടില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പായില്ലേ? എനിക്കത് മതി. ഈ അമ്പിളി ചേച്ചിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേച്ചി ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ച പിന്നെ അത് തിരുത്താൻ വലിയ പ്രയാസം. ചിരു, ചേച്ചിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമ്മളൊക്കെ നിർബന്ധിച്ചപ്പോ അമ്പിളി ചേച്ചി രഘുവേട്ടനെ തിരിച്ചു വിളിക്കാൻ തയ്യാറായതാണല്ലോ. വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ഉണ്ടായ സംഭവം നമ്മളെ പോലെ ഞെട്ടിച്ചു കളഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെയൊക്കെ കേട്ടാ അമ്പിളി ചേച്ചിയുടെ സ്ഥാനത്ത് നമ്മളായാലും ഇങ്ങനെയൊക്കെ ചിന്തിച്ചു പോവും. എല്ലാം ഒരു സമയദോഷം, അല്ലാതെ എന്തു പറയാനാ? ശരിയാ. രഘുവേട്ടൻ ഇങ്ങനൊരു കുരുക്കി പെട്ടില്ലായിരുന്നെങ്കിൽ എല്ലാം കലങ്ങി തെളിയുമായിരുന്നു. ഇതിപ്പം ചേച്ചി പറഞ്ഞതുപോലെ സമയദോഷം തന്നെ. അല്ലെങ്കിൽ അമ്പിളി ചേച്ചി രഘുവേട്ടനെ വിളിക്കുമ്പോ പോലീസ് ഫോൺ എടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവോ? ഇതിപ്പോ കുരുക്ക് കൂടുതൽ മുറുകുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്കും. ദാസങ്ങള് വിളിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോ അച്ഛന്റെ ടെൻഷൻ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അത് മാത്രം ഒരാശ്വാസം. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും പഞ്ചരത്നത്തിലെ വിശ്വാഘോഷത്തിന് എല്ലാരും എല്ലാം മറന്ന് സന്തോഷിക്കായിരുന്നു. ഇത്തവണ അതും നഷ്ടമായി. എനിക്ക് അച്ഛനെ ഓർത്ത് ഏറ്റവും സങ്കടം. വയസ്സുകാലത്ത് നമ്മുടെ അച്ഛന് പ്രശ്നങ്ങളും പ്രയാസങ്ങളും കൂടി വരിക ചേച്ചി. മക്കളെ അഭിമാനത്തോടെ വളർത്തിയ അച്ഛന് മക്കളെ ഓർത്ത് ദുഃഖിച്ച് മരിക്കാനായിരിക്കോ ചേച്ചി യോഗം? അയ്യോ, ഓ, കരയില്ലേടാ വാവേ. വാ 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 വാ. ഓ, അമ്മയുടെ കുട്ടൻ വാടാ. ഇന്ദ്ര, ലക്കു, എന്നെ കണ്ടത് നന്നായി. നീ പഞ്ചരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ കാര്യം ഞാനും അവനും പിന്നീട് അറിയുന്നത്. അറിഞ്ഞ ശേഷം ഞാൻ നിന്നെ വിളിച്ചിരുന്നു. ഫോണിൽ സംസാരിക്കാനുള്ള ഒരു
മാനസികാവസ്ഥയിലായിരുന്നില്ല ഇന്ദ്ര ഞാൻ ആ സമയത്ത്. നീ വിളിച്ചത് എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അതുകൊണ്ടൊന്നും എനിക്ക് സമാധാനിക്കാനാവില്ലായിരുന്നു. അതാ ഞാൻ കോൾ എടുക്കാതിരുന്നേ. ഇപ്പം ആലോചിക്കുമ്പോൾ ഞാൻ ആ ഫോൺ എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നുക. അതെന്തു പറ്റി? വഴിയിൽ വെച്ച് എന്തെങ്കിലും അപകടം ഉണ്ടായോ? അപകടമാണെങ്കിൽ എന്താ, ഇതൊരു ദുരന്തം തന്നെയായിരുന്നു. രഘു തെറ്റിദ്ധാരണയുടെ പടുകുഴിയിൽ വീഴാൻ പോകുന്നതേ ഇനിയായിരിക്കും ഇന്ദ്ര. രഘു, എന്താ ഉണ്ടായെന്നൊന്ന് പറ. എന്തായാലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ നമുക്ക് പരിഹരിക്കാം. പറയന്ദ്ര, ആരുടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തല വിങ്ങി പൊട്ടിപ്പോ. ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യത്തിനാ അമ്പിളിനെ വീട്ടിൽ നിറക്കി വിട്ടത്. ആകെ മാനസികമായി തളർന്ന അവസ്ഥയിലാണ് ആ ഫോൺ വന്നത്. ഞാനപ്പോൾ ഫോൺ എടുക്കാൻ വണ്ടി നിർത്തിയതായിരുന്നു. അപ്പോഴാ തീരെ പ്രതീക്ഷിക്കാതെ ഞാൻ അവളെ കാണുന്നത്. എടാ, നീ പറഞ്ഞ പോലെ കാര്യങ്ങൾ കൂടുതൽ അപകടത്തിലേക്കാണല്ലോ പോകുന്നത്. രണ്ട് ലാർജോട് പറയാല്ലേ? അതിൽ തീരും തോന്നില്ല. വെയിറ്റർ, ഒരു മിനിറ്റ്. ഒരു പൈൻ്റ് കൂടെ എടുത്തോ, വെള്ളവും. ശരി സാർ. ഓക്കെ.